ഏഷ്യാനെറ്റ് റേഡിയോ ടുഡേ സ്പെഷ്യൽ. കുട്ടിക്കാലത്തെ നാം പറഞ്ഞു കേൾക്കുന്ന ഒരു മുത്തശ്ശി കഥയുണ്ട്. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന സമർത്ഥനായ കുയിലിന്റെ കഥ. വളരെ സുരക്ഷിതമായി ദിവസങ്ങൾ പണിയെടുത്ത് കാക്ക മനോഹരമായൊരു കൂടുണ്ടാക്കും. എന്നിട്ടതിൽ മുട്ടയിട്ട് വിരിയാനായി അടയിരിക്കും. ഇടയ്ക്ക് തീറ്റ തേടി പുറത്തു പോകുമ്പോൾ സൂത്രശാലിയായ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടും. പാവം കാക്ക ഇതൊന്നും അറിയാതെ തന്റെ മുട്ടകൾക്കൊപ്പം കുയിലിന്റെ മുട്ടയ്ക്കും അടയിരിക്കും. ഒടുവിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമ്പോഴാണ് കുയിലിന്റെ യഥാർത്ഥ രൂപം പുറത്താകുന്നത്. ഇപ്പോൾ ഈ കഥ ഓർക്കാൻ കാരണം, സർക്കാരാകുന്ന സുരക്ഷിത താവളത്തിൽ സ്വത്വം വെളിപ്പെടുത്താതെ സുരക്ഷിതമായി കഴിയുകയും പല പല മുഖ്യമന്ത്രിമാർ അടയിരിക്കുകയും ചെയ്ത ഒരു മുട്ട കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വിരമിച്ച് പുറത്തുവരികയുണ്ടായി. സർക്കാർ കൂട്ടിൽ ഭംഗിയുള്ള മുട്ടയായി വാഴുമ്പോൾ മാറി മാറി വന്ന പല മുഖ്യന്മാരും ഇത് തങ്ങളുടെ മുട്ടയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ എത്തിയ മുഖ്യൻ ചില സംശയങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ വിരമിച്ച് പുറത്തു വന്നപ്പോഴല്ലേ യഥാർത്ഥ രൂപം വ്യക്തമാകുന്നത്. കാക്കിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കാവി കളസം. പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും വിരമിച്ച് ചാനലുകളായ ചാനലുകൾ കയറിയിറങ്ങി ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെ പുലഭ്യം പറഞ്ഞു നടക്കുന്ന സെൻകുമാറിനെക്കുറിച്ചാണ് പറഞ്ഞുവന്നത്. ജനങ്ങൾ ആദർശധീരനെന്നും പല സർക്കാരുകളും സത്യസന്ധനെന്നും പറഞ്ഞു കൊണ്ടുനടന്ന സാക്ഷാൽ സെൻകുമാറിന്റെ വായിൽ നിന്നാണ് ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്ന വാചകങ്ങൾ പുറത്തുവരുന്നത്. സമൂഹത്തെ ഒരുമയോടെ മുന്നോട്ട് നയിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വിരമിച്ച ശേഷം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും സർക്കാർ നീക്കിയപ്പോൾ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ ആ ധീരതയെ ജനം അംഗീകരിച്ചതാണ്. സർവീസിലിരുന്നു കൊണ്ട് താങ്കൾ ചെയ്ത പല നല്ല കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടതുമാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗമായി നിന്ന ശേഷം പുറത്തുവന്ന് അധിക്ഷേപം ചൊരിയുകയും സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാലിന്യ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്വയം ചിന്തിക്കുക. ചിന്തിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മഹത്തുക്കളുടെ വാക്കുകൾ താങ്കൾക്ക് മാതൃകയാക്കാം. ഉദാഹരണത്തിന്, ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒന്നുണ്ട്: മനസ്സിൽ നിന്നും അധമ ചിന്തകൾ ഒഴിവാക്കി മനസ്സ് ശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട്. ആത്മശുദ്ധീകരണത്തിനുള്ള നമ്മുടെ പ്രയത്നത്തിന് തീർച്ചയായും ഫലം കിട്ടും. മനസ്സിലേക്കെത്തുന്ന അധമ ചിന്തകൾ ഒളിച്ചു വെക്കാതിരിക്കുക എന്നതാണ് അതിനെ നേരിടാനും കാപട്യം ഒഴിവാക്കാനുമുള്ള വഴി. ഗാന്ധിജിയുടെ ഈ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ തന്നെ മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി മനസ്സിരുത്തി വായിക്കുക. മതം എല്ലാ വിശദീകരണങ്ങൾക്കും അതീതമാണ്. അപൂർണമായ മനുഷ്യരാകട്ടെ അതിന് അവന്റേതായ ഒരു ഭാഷ നൽകുന്നു. ഈ ഭാഷയെ വീണ്ടും അപൂർണരായ മനുഷ്യർ അപൂർണമായ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഓർക്കുന്നത് നന്നായിരിക്കും. ബൈജും ഭാസ്കർ, ഏഷ്യാനെറ്റ് റേഡിയോ, ദുബായ്. ഏഷ്യാനെറ്റ് റേഡിയോ ടുഡേ സ്പെഷ്യൽ.